എൻ്റെ സ്വദേശം പാലക്കാടാണ്. എനിക്ക് പൊന്നാനിയായിട്ട് എൻ്റെ കുറേ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ ഉണ്ടായിട്ട് ഞാനിവിടെ വന്നും വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് കാലം മുമ്പാണ്. ഇപ്പോൾ അടുത്ത് പൊന്നാനിയിലേക്ക് വന്നത് എൻ്റെ പ്രിയ സുഹൃത്തും ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാരെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ഒരുപാട് വലിയ സ്വപ്നങ്ങളും ദീർഘവീക്ഷണവും അതെങ്ങനെ നടത്തണം എന്ന വ്യക്തമായ ധാരണയുമൊക്കെ ഉള്ള രാഷ്ട്രീയക്കാരെ വളരെ കുറവേ കണ്ടിട്ടുള്ളൂ. പറയുന്നത് ചെയ്യും, അതെങ്ങനെ ചെയ്യാം എന്നറിയും. ഇങ്ങനെയുള്ളൊരു 3 ക്വാളിറ്റിയും ഞാൻ അദ്ദേഹത്തിൽ കണ്ടു. ശ്രീ നൗഷാദ് അലി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിനെ കണ്ടിരുന്ന സമയത്ത് കുറച്ച് ദീർഘമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ച സമയത്തിൽ ഒരു ഭൂരിഭാഗവും പൊന്നാനിക്ക് അല്ലെങ്കിൽ പൊന്നാനി അർഹിക്കുന്ന ഒരു സവിശേഷമായ സ്ഥാനം ഈ സംസ്ഥാനത്തല്ല, ലോകത്തിന് മുന്നിൽ നമുക്കങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അദ്ദേഹം വളരെ വാചാലനായിട്ട് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഞാനൊരു 36 കൊല്ലമായിട്ട് അഡ്വർടൈസിങ്ങിലുണ്ട്. ഞാൻ ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒടിയൻ എന്നുള്ള സിനിമ. അതിനെക്കാട്ടും മുമ്പ് എൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു അഡ്വർടൈസിങ് പ്രൊഫഷണലാണ്, ബ്രാൻഡിങ് പ്രൊഫഷണലാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാനൊരു ക്ലയൻറ്റിൻ്റെ ഇതിനൊക്കെ ഒരു ബ്രീഫ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം എൻ്റെ മുന്നിലിരുന്ന് പിന്നെ സൗഹൃദം വളർന്ന സമയത്ത് വേറെ. പക്ഷേ ഒരു ക്ലയൻറ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് ബ്രീഫിൽ ഒരു ക്ലാരിറ്റി എന്ന് പറയും. അതിനെക്കുറിച്ച് താൻ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ക്ലാരിറ്റി അദ്ദേഹത്തിൽ ഞാൻ കണ്ടു. ഞാൻ വളരെ വിഷമത്തോടെ പറയട്ടെ, പൊന്നാനിയുടെ പൈതൃകം ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. പൊന്നാനിക്കാരനെ അവരുടെ കുട്ടികൾക്ക് പൊന്നാനിയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നില്ല. അവർ പറഞ്ഞു കൊടുക്കുന്നത് ദുബായിയുടെയും സൗദിയുടെയും എവിടെയോ ഇരിക്കുന്ന രാജകുമാരൻ്റെയും എവിടെയോ സുന്ദരിയായി വളർന്ന ഒരു രാജകുമാരിയുടെയൊക്കെ കഥയാണ് പറയുന്നത്. പൊന്നാനിയുടെ പൈതൃകത്തെക്കുറിച്ചോ പൊന്നാനിയിൽ നടന്ന പൊന്നാനിയുടെ പാരമ്പര്യത്തെക്കുറിച്ചോ ഈ പൊന്നാനിയുടെ കുരുമുളക് കയറി പൊന്നാനി തുറമുഖത്ത് വന്നിറങ്ങിയ വലിയ വലിയ സഞ്ചാരികളുടെ കഥയോ പൊന്നാനിയാണ് ലോക ട്രേഡിൽ ഒരു വലിയ സ്ഥാനം വഹിച്ചതെന്നോ ചേര രാജാക്കന്മാരുടെ തലസ്ഥാനം കരൂരാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ കരൂരായിരുന്നെങ്കിൽ വാണിജ്യ തലസ്ഥാനം പൊന്നാനിയാണെന്നോ ഇവിടെ നിന്നാണ് കറുത്ത പൊന്ന് കൊണ്ടുപോയി ഈ സ്വർണം എന്ന് നമ്മളിന്ന് കാണുന്ന ഈ വലിയ പൊന്ന് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട് ഈ തീരങ്ങളിൽ സ്വർണം വന്നിറങ്ങിയ കഥകളോ നമ്മൾ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പൊന്നാനിയുടെ ചരിത്രം അറിയാത്ത, പൊന്നാനിയുടെ ഒരു പ്രമാണിത്വം അറിയാത്ത, പൊന്നാനിയുടെ പ്രൗഢി അറിയാത്ത എത്രയോ തലമുറകൾ നമുക്കിടയിലൂടെ കടന്നുപോയി. ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ബാക്ക് ദി പ്രൈഡ് ഓഫ് പൊന്നാനി എന്നാണ് എനിക്ക് ഒരു ബ്രാൻഡിങ് ടേംസിൽ പറയാൻ തോന്നുന്നത്. കാരണം എല്ലാത്തിനും ഒരു പ്രൊഡക്റ്റ് വെക്കുമ്പോഴും ഒരു സ്ഥലത്തിനെ ബ്രാൻഡ് ചെയ്യുമ്പോഴും ഒക്കെ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയാണ് നമ്മൾ റിലേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലാതെ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ് അല്ല നമ്മൾ റിലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ ഇഷ്ടംപോലെ കഥകൾ. ഗ്രീക്കുകാരായ സുന്ദരന്മാർ പൊന്നാനി കൊട്ടാരത്തിന് കാവൽ നിന്ന കഥകൾ, ശത്രുക്കളുടെ പല്ലുകൊണ്ട് വാതിലിലും ജനൽപ്പാളികളിലും പതിച്ചു വെച്ച വീരകഥകൾ, പോർച്ചുഗീസുകാരെ ഈ പൊന്നാനി കടൽ തീരത്ത് നേരിട്ട കുഞ്ഞാലിമരക്കാരന്റെ കഥകൾ. കുഞ്ഞാലിമരക്കാർ നമ്മുടെ എത്ര ആളുകൾക്ക് ഹീറോ ആണെന്ന് എനിക്കറിയില്ല. കുഞ്ഞാലിമരക്കാർ എന്നുള്ള സിനിമ വന്നപ്പോഴാണ് ഒരു തലമുറ എന്നെ കുഞ്ഞാലിമരക്കാരനെ പറ്റി കേട്ടത് തോന്നുന്നു. നമ്മൾ പോലും പറയുന്നില്ല നമ്മുടെ കുട്ടികളോട് കുഞ്ഞാലിമരക്കാരന്റെ കഥകൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഏത് രീതിയിൽ പറയും, ഇതെല്ലാം ഏത് രീതിയിൽ പൊന്നാനിയുടെ ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ്, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, മറ്റു പലർക്കുമില്ലാത്ത ഇമ്പോർട്ടൻസ്. അന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല വാസ്കോ ഡ ഗാമ വഴിതെറ്റി വന്നതാണ് മലബാറിലേക്ക് എന്ന്. വാസ്കോ ഡ ഗാമ അന്വേഷിച്ചു വന്നതാണ് മലബാറിലേക്ക് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.
കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കാൻ പോയി വഴിതെറ്റി കേരളത്തിൽ വന്നു എന്ന് ഞാൻ വിശ്വസിക്കില്ല. അല്ല, കേരളം കണ്ടുപിടിക്കാൻ വേണ്ടി പോയിട്ടാണ് അമേരിക്ക കണ്ടുപിടിച്ചത് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെയും ഡെസ്റ്റിനേഷൻ മലബാർ ആയിരുന്നു. കാരണം മുസരീസ്, തിണ്ടീസ് 2 പോർട്ടുകളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. മുസരീസ് ഇപ്പോൾ ഇല്ല. ഒരു കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭം മുസരീസിനെ ഇല്ലാതാക്കി. എന്നാൽ അന്നത്തെ പ്രധാന മറ്റൊരു വാണിജ്യ പോർട്ടായിരുന്ന പൊന്നാനി ഒന്നുണ്ട്. പക്ഷെ ആ പൊന്നാനി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇഫ് യു ഡോണ്ട് സെലിബ്രേറ്റ് അവർ ഓൺ കൾച്ചർ ഓർ അവർ ഓൺ ഡെസ്റ്റിനേഷൻ ഓർ അവർ ഓൺ ലാൻഡ്, ഹു വിൽ ഡു ഇറ്റ്? സോ ഞാനും ശ്രീ നൗഷാദിനെ കൂടി സംസാരിച്ചത് അങ്ങനത്തെ ഈ പൊന്നാനിയുടെ ഒരു റീബ്രാൻഡിങ് ആണ്. നിങ്ങൾക്കറിയാം, ഹോർലിക്സ് എടുത്ത് നോക്കിയാലും ശരി, ബൂസ്റ്റ് എടുത്ത് നോക്കിയാലും ശരി, സന്തൂർ എടുത്ത് നോക്കിയാലും ശരി, അതേപോലെ ലെക്സ് എടുത്ത് നോക്കിയാലും ശരി, എല്ലാ 2 വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴും അവർ ചെറുതായിട്ടൊന്ന് പാക്ക് മാറ്റും. അതിൻ്റെ പേരാണ് റീബ്രാൻഡിങ്. ചെറിയ എന്തെങ്കിലും ഒരു ഫ്ലേവർ ചേർത്തു എന്നിട്ട് അതിനെ റീബ്രാൻഡ് ചെയ്യും. അതായത് കാലത്തിനനുസരിച്ച് ആ പ്രൊഡക്റ്റിനെ റീപൊസിഷൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഞങ്ങളുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ റീബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ബ്രാൻഡ് ചെയ്യപ്പെടാത്തൊരു സ്ഥലമാണ്. ഐ കനോട്ട് കോൾ ദിസ് as റീബ്രാൻഡിങ്, ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദി ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഡു എ മേജർ ബ്രാൻഡിങ് ആസ് ഫാർ as പൊന്നാനി ഈസ് കൺസേൺ. അങ്ങനെ ഉള്ള ഒരു എക്സസൈസ് ആണ് ബിനാലെ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ കൂടെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഡാവോസ് ഇന്ന് വേൾഡ് എക്കണോമിക് ഫോറം നടക്കുന്ന സ്വിറ്റ്സർലാൻഡിലെ മഞ്ഞുമൂടി കിടക്കുന്ന ഒരു ഗ്രാമമാണ്, ഒരു സ്കീ റിസോർട്ടാണ്. അവിടെ ആളുകൾ സ്കീയിന് മാത്രം പോകുന്ന ഒരു സ്ഥലമാണ് ഡാവോസ്. ഇന്ന് ഡാവോസിൽ വെച്ചാണ് ലോക എക്കണോമിക് ഫോറത്തിൽ പുതിയ എക്കണോമിക് നയങ്ങൾ, ആധുനിക ചിന്തകൾ, നാളെ എക്കണോമിക് പോളിസികൾ എന്തൊക്കെ വേണം എന്ന് ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡാവോസിനെയൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. ഫ്രാൻസിലെ കാൻ, നമുക്കറിയാം കാൻ ഫെസ്റ്റിവൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫ്രാൻസിലെ ഒരു ഗ്രാമമാണ് കാൻ. ആ ഗ്രാമത്തിലാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആയിട്ടുള്ള അഡ്വർടൈസിംഗ് ഫെസ്റ്റിവൽ ആയാലും ശരി, ഫിലിം ഫെസ്റ്റിവൽ ആയാലും ശരി, ഒരു എക്സിബിഷൻ സെന്ററായി മാറി. ലോകം പരസ്പരം കാണാനും പരസ്പരം സംസാരിക്കാനും ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡെസ്റ്റിനേഷൻ സെല്ലിംഗ്. അപ്പോ ഇതിനൊന്നും ചരിത്ര പ്രധാനമൊന്നുമില്ല ഡാവോസിനെ സംബന്ധിച്ചിടത്തോളം, കാനിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ അവർ കോൺഷ്യസ് ആയിട്ട് ആ സ്ഥലത്തിന്റെയും ആ പ്രദേശത്തിന്റെയും രാജ്യത്തിന്റെയും ആ ഒരു ഭാഗത്തിന്റെയും വികസനത്തിന് വേണ്ടിയിട്ട് അവിടെ കോൺഷ്യസ് ആയിട്ട് ഒരു ബ്രാൻഡ് ബിൽഡിംഗ് ചെയ്തു. അങ്ങനെ 2 ഡെസ്റ്റിനേഷൻ ലോകത്തിലുണ്ടായി. എന്നാൽ നമുക്കിവിടെ ലോകത്തിന് മുന്നിൽ പറയാൻ, ലോകത്തിന് മുന്നിൽ ചരിത്രപരമായ വസ്തുതകളോടെ അവതരിപ്പിക്കാൻ ഇഷ്ടം പോലെയുള്ള അല്ലെങ്കിൽ ധാരാളമായ പൗരാണിക സമ്പത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഒരു ഭൗതിക സമ്പത്ത് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് ഈ ബിനാലെ. ബിനാലയിൽ കൂടെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ അന്ന് നൗഷാദ് അലി അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു പ്രസംഗത്തിനെ ആരോ വീഡിയോയിൽ എടുത്തിട്ട് പ്രചരിച്ചിരുന്നു. മെസ്സി വരും, റഹ്മാൻ വരും എന്നൊക്കെ പറഞ്ഞ സമയത്ത്, അപ്പൊ മെസ്സി വന്നുകൊണ്ട് റഹ്മാൻ വന്നുകൊണ്ട് പൊന്നാനിക്ക് എന്ത് സംഭവിക്കും, നിങ്ങൾ ആദ്യം റോഡ് നേടാക്കൂ എന്ന് പറഞ്ഞുള്ള കമന്റൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ വായിച്ചു. എനിക്ക് അങ്ങനെയുള്ള വിമർശനങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബൈനാലെ എന്ന് പറഞ്ഞ് സംഭവിക്കാൻ പോകുന്നത് എവിടെയാണ്? ഈ ബൈനാലെകൾ എവിടെയൊക്കെ സംഭവിക്കുന്നു? ബെർലിനിൽ സംഭവിക്കുന്നു, വെനീസിൽ സംഭവിക്കുന്നു, ലണ്ടൻ ബിനാലെയുണ്ട്. അതേപോലെ വളരെ വളരെ വിഖ്യാതമായ ബിനാലെകൾ സംഭവിക്കുന്നുണ്ട്. 2 വർഷം കൂടെ നടത്തുന്ന ഒരു ഫെസ്റ്റിവലിനെയാണ് നമ്മൾ ബൈനാലെ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടെ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ പൊന്നാനിയുടെ ചരിത്രത്തിനെ നമ്മളെ ലോകത്തിന്റെ സമക്ഷം അവതരിപ്പിക്കുകയാണ്. ഇത്രയും മനോഹരമായ ഒരു ഭൂപ്രദേശം, ഇത്രയും ചരിത്രം ഉറങ്ങുന്ന ഒരു ഭൂപ്രദേശം, അതിൻ്റെ കഥകൾ നമ്മൾ ലോകത്തിനോട് പറയുകയാണ്. ആ ലോകത്തിനോട് പറയുമ്പോൾ എന്തു സംഭവിക്കുന്നു വെച്ചാൽ, വളരെ സങ്കടത്തോടെ പറയട്ടെ, കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ മലബാർ ഇല്ല. ഒരു ടൂറിസ്റ്റ് കേരളത്തിലേക്ക് വന്നാൽ അവരുടെ ഇനീഷ്യൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അവരുടെ ഓൺലി ഡെസ്റ്റിനേഷൻ എന്താ ചോദിച്ചാൽ മൂന്നാർ, അതേപോലെ പിന്നെ കോട്ടയം, ആലപ്പുഴ, പിന്നെ മാക്സിമം പോയാൽ തിരുവനന്തപുരം,
വർക്കല പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് മലബാറില്ല. മലബാറിൽ വരുന്ന, കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകളിൽ ഒരു 2, 3, 5, 10, 15 പേരാണ് മാക്സിമം മലബാറിലേക്ക് വരുന്നത്. കാരണം അവരുടെ ഡെസ്റ്റിനേഷൻ മാപ്പിൽ അവരുടെ ഐറ്റിനറിയിൽ മലബാർ ഇല്ല. കാരണം മലബാർ ഈസ് നോട്ട് ബ്രാൻഡഡ്. എന്നാൽ ഈ മലബാറിലേക്കാണ് ലോകത്തിലെ ആദ്യ സഞ്ചാരികളെല്ലാം വന്നിറങ്ങിയത്. ഇവിടുത്തെ പൈതൃകം തേടി വന്ന ഒരു നാടാണ് അല്ലെങ്കിൽ മണ്ണാണ് ഇത് എന്ന് ലോകത്തിന് മുന്നിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇരിക്കുന്ന ഈ മണ്ണിന്റെ വില 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആണ് മാറുന്നത്. ഐ ആം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് വൺ ആസ്പെക്ട് വിച്ച് ഈസ് റിയൽ എസ്റ്റേറ്റ്. ഇവിടെ ഇതിനോട് ചുറ്റും ഉണ്ടാകുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ആലോചിക്കണം. ഈ ഡെസ്റ്റിനേഷനിൽ ഹോട്ടലുകൾ ഉണ്ടാക്കുവാൻ, ഈ മണ്ണിൽ വലിയ വലിയ ചരിത്ര സ്മാരകങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി വലിയ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ നാട്ടിലേക്ക് വരും. ഇതിന്റെ ഭാഗമായി റോഡുകൾ വീതി കൂട്ടപ്പെടും. ഇതിന്റെ ഭാഗമായി ഇവിടെയുള്ള പൗരാണികമായിട്ടുള്ള അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള എല്ലാ കെട്ടിട സമുച്ചയങ്ങളും കാലക്രമേണ ഒരു പുതുരൂപമോ അല്ലെങ്കിൽ ഒരു പഴമയുടെ ഒരു ശേഷിപ്പൊക്കെ ആയിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കും. അതേപോലെ ഒരു സമഗ്രമായ വികസനം, ഡാവോസ് എന്താണോ അല്ലെങ്കിൽ വേൾഡ് എക്കണോമിക് ഫോറം എന്താണോ ഡാവോസിന് മാറ്റിയെടുത്തത് അല്ലെങ്കിൽ ഡാവോസിനെ എങ്ങനെയാണ് മാറ്റിയെടുത്തത്, അതിനെക്കാട്ടിലും വലിയ രീതിയിലായിരിക്കും ഇവിടെ രീതിയിൽ മാറ്റിയത്. ഇവിടെ ഈ നാടും ഈ മണ്ണും അല്ലെങ്കിൽ ഈ റോഡുകളും എല്ലാം വികസിക്കാൻ പോകുന്നത്. അപ്പോ നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഇതിന്റെ പ്രാധാന്യം, ഈ നാടിന്റെ പ്രാധാന്യം, ഈ നാടിന്റെ ചരിത്രം, ഈ നാടിന്റെ മഹിമ പുറത്ത് വെളിവാക്കപ്പെടുമ്പോൾ ഇങ്ങനൊരു നാട്ടിലേക്ക് പല രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ നാട്ടിലേക്ക് തേടി വരും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സർവതല വികസനമായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ ഒരു കലാ കായിക സാംസ്കാരിക മേള കൊണ്ട് നടക്കുക. അപ്പോൾ അതാണ്, അങ്ങനെയേ നമുക്കൊരു നാട് വികസിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഗവൺമെന്റ് പാലം കെട്ടിത്തരും, ഗവൺമെന്റ് റോഡ് വീതി കൂട്ടും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇത് ചെയ്യും, ഗവൺമെന്റ് ഇവിടെ ഹോട്ടൽ കെട്ടും, KTDCയുടെ ഹോട്ടൽ വരും എന്ന് നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കാലം ഇനി ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് സെൽ യുവർ ഡെസ്റ്റിനേഷൻ, സെൽ യുവർ ഹിസ്റ്ററി, സെൽ യുവർ ഗ്ലോറി, സെൽ വാട്ട് യു ആർ, സെൽ വാട്ട് ദിസ് ലാൻഡ് ഈസ് ഓൾ അബൌട്ട്. നിങ്ങളെ തേടി, ഈ നാടിനെ തേടി ഒരുപാട് ആളുകൾ എത്തും. ഒരു ലോകത്തെ ആദ്യത്തെ ഒരു കൾച്ചറൽ ബിനാലെ എന്നുള്ള ഒരു പരിപൂർണ കൾച്ചറൽ ബിനാലെയാണ് നമ്മൾ പൊന്നാനിയെ കൊണ്ടുവരാൻ പോകുന്നത്. ലോകം പൊന്നാനിയിലേക്ക് ഒഴുകിയെത്തും. ഈ നാട് മാത്രമല്ല, പൊന്നാനിയിലേക്ക് ഒഴുകിയെത്തും. അപ്പോൾ നമ്മൾ പറയുന്നത് പൊന്നാനിക്കാർ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു നിളാതീരത്ത് അഴിമുഖത്ത് എന്നും വരുന്നു, കാണുന്നു, കർമ്മ റോഡിൽ പോകുന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കർമ്മ റോഡിൽ കൂടെ വൈകുന്നേരം വന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ഫുഡ് കോർട്ടിൽ നിർത്തി. അവിടെ നിന്ന് ഞാൻ ഇലഞ്ചിയൊക്കെ കഴിച്ചു, കട്ട്ലറ്റ് കഴിച്ചു, ചായ കുടിച്ചു. അപ്പോൾ ഞാൻ ഒരു അഡ്വർടൈസിങ്ങിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മൾ പിന്നെ നിങ്ങൾക്ക് സിനിമ കാണുന്നത് വിനോദമാണ്, എനിക്ക് സിനിമ കാണുന്നത് ഒരു പഠനമാണ് എന്ന് പറഞ്ഞ പോലെ അതാണ് വ്യത്യാസം. അപ്പോൾ അതേപോലെ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു ആളുകളെ. വളരെ സന്തോഷമുള്ള യുവത, വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഫാമിലികൾ. അവർ ഈ ഭാരതപ്പുഴയും ഈ തീരവും അറബിക്കടലൊക്കെ അവർ കൊടുക്കുന്ന വലിയ സമാധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ആ സമാധാനത്തിനോടൊപ്പം അഭിമാനവും കൂടി ചേർത്തി കൊടുക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, ഇവിടെ നമ്മുടെ എല്ലാവരുടെയും മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രൈഡ് ഫാക്ടർ ആലോചിക്കൂ. ആ പ്രൈഡ് ഫാക്ടർ, ഞാൻ പൊന്നാനിയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ ഏത് മുക്കിൽ നിന്നും മൂലയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനത്തെ കുറിച്ച് ആലോചിക്കൂ. അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, എനിക്കിവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പാലക്കാട് പുത്തൂരുകാരനായി എനിക്ക് ഒരു ഉൾപ്പുളകം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ആ ഉൾപ്പുളകം, ആ ഒരു സ്പിരിറ്റാണ് നമ്മുടെ ഈ ബിനാലെനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു 10 പേരുടെ ട്രസ്റ്റി ബോർഡല്ല അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. മോഹൻലാലിനെ പോലുള്ള ആളുകളൊക്കെ ഇതിന്റെ ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അവരെല്ലാം പൊന്നാനിയുടെ ബ്രാൻഡ് അംബാസഡർമാരാവുകയാണ്. ഒരുപക്ഷെ ബെസ്സി മുതൽ റഹ്മാൻ മുതൽ ലാലേട്ടൻ വരെ മമ്മൂക്കയും എല്ലാവരും അടക്കുന്നവർ പൊന്നാനിയുടെ ബ്രാൻഡ് അംബാസഡറായി പോകുന്ന ഒരു കാലത്തിനെ നമുക്ക് സ്വപ്നം കാണുകയല്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ബിനാലെ വരെയുള്ള കാലഘട്ടവും, ബിനാലേക്ക് ചിലപ്പോൾ ബിനാലയ്ക്ക് മുമ്പും ബിനാലയ്ക്ക് ശേഷവും, ഒരുപക്ഷെ പൊന്നാനിന്റെ നൗഷാദ് അലിക്ക് മുമ്പും നൗഷാദ് അലിക്ക് ശേഷവും എന്ന് രേഖപ്പെടുത്തുന്ന പോലെ ഒരു വലിയ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഇപ്പോൾ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ സങ്കടം പോലും നമ്മുടെ അഭിമാനവും സന്തോഷവുമായ ഒരു നിമിഷമാവും
എന്ന് സർവശക്തനായ ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ ഭൂമിയിൽ എന്ത് നടക്കണമെങ്കിലും ഈശ്വരാനുഗ്രഹം വേണമെന്നും അല്ലെങ്കിൽ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം വേണമെന്നും വിശ്വസിക്കുകയും അത് എന്നെ എൻ്റെ കാരണവന്മാരും അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും അതിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ എല്ലാം ഈ നല്ല ഉദ്യമത്തിന് അവരുടെ എല്ലാം ഗുരുകാരണവന്മാരുടെയും ഈ നാട്ടിൽ ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് പോയ ഒരുപാട് മഹാരാജന്മാരുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തികച്ചും സാധ്യമായ കാരണമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും അതുപോലെ വിശ്വസിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.